രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. കോഴിക്കുളങ്ങര AKG വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ചയും ആദരിക്കലും സംഘടിപ്പിച്ചു. MK സുബ്രഹ്മണ്യന്റെ പെരുംകോൻ എന്ന പുസ്തക ചർച്ചയും സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ TK ഗംഗാധരനെ ആദരിക്കലുമാണ് നടന്നത്. യൂണിയൻ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PS ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KK യൂസഫ് സ്വാഗതം ആശംസിച്ചു. TK ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. TK ഗംഗാധരനെ MK സുബ്രഹ്മണ്യൻ, PN രാമദാസ്, PS ജയകൃഷ്ണൻ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. പൊയ്യ കൊടുങ്ങല്ലൂർ നേതൃസമിതി കൺവീനറും താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ MV സുധീർ പുസ്തകം പരിചയപ്പെടുത്തി. KR ഗോപിനാഥ്, NA സുബൈർ, സുചിത്ര ജിനേഷ്, CR കമലാസനൻ, KK യൂസഫ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. MK സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്, പക്ഷേ ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ഉണ്ടായത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലൈബ്രറികളുടെ പ്രവർത്തനം തന്നെ എടുക്കുക. ആ ലൈബ്രറികളുടെ പ്രവർത്തനം ഒരുപക്ഷെ ഞാനിപ്പോൾ ഒന്ന് കുറച്ചുകൂടി അഹങ്കാരത്തോടു കൂടി പറയാം, കൊടുങ്ങല്ലൂർ മേഖലയിൽ ഇപ്പോൾ ലൈബ്രറിയുടെ പ്രവർത്തനം നല്ല രീതിയിലാണ് നടക്കുന്നത്. എല്ലാ മേഖലകളിലും ആ ലൈബ്രറിയുടെ പ്രവർത്തനം പഴയതുപോലെയല്ല. എല്ലാ മാസവും ദൈനംദിന പരിപാടികൾ നടക്കുന്നു. എല്ലാ മേഖലയിലുമുള്ള ഇതുപോലെ തന്നെ പുസ്തക ചർച്ചകൾ നടക്കുന്നു. ആ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുന്നു. അങ്ങനെ അത് വേണ്ട, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു എന്ന് വേണ്ട, സമൂഹത്തിന്റെ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടുകൂടി അറിവുകൾ പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ട് നമ്മളുടെ വായനശാലകൾ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.